എല്ലാവർക്കും നമസ്കാരം. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് നവംബർ 14. 1789 നവംബർ 14 അദ്ദേഹം ജനിച്ചത്. കുട്ടികളുടെ ഇഷ്ട ചങ്ങാതിയായിരുന്നു നെഹ്റു. അതിനാലാണ് ഈ ദിവസം ശിശുദിനമായി ആചരിച്ചു വരുന്നത്. ചാച്ചാജി എന്ന ഓമന പേരിലാണ് നെഹ്റു എന്ന് അറിയപ്പെടുന്നത്. ശിശുക്കൾക്കായി ഒരു ദിനം രാജ്യം ആഘോഷിക്കാൻ തുടങ്ങിയത് 1956 ഐക്യരാഷ്ട്ര സംഘടന അംഗീകരിച്ച നവംബർ 20 അക്കാലത്ത് ശിശുദിനം. 1964 നെഹ്റുവിന്റെ മരണശേഷം പാർലമെന്റിൽ ഒരു പ്രമേയം അവതരിപ്പിക്കപ്പെട്ടു. കുട്ടികളെ സ്നേഹിച്ച നെഹ്റുവിനോടുള്ള ആദര സൂചകമായി അദ്ദേഹത്തിന്റെ ജന്മദിനം ശിശുദിനമായി ആചരിക്കണമെന്നതായിരുന്നു വിഷയം. ആ വർഷം മുതൽ ലോകം ആഘോഷിക്കുന്നതിനേക്കാൾ 6 ദിവസം മുൻപുള്ള നവംബർ 14 ഇന്ത്യക്ക് ശിശുദിനമായി. കുട്ടികളുടെ പ്രൈമറി വിദ്യാഭ്യാസത്തിന് അടിത്തറ പാകിയ നേതാവ് എന്ന നിലയിലാണ് നെഹ്റുവിനെ രാജ്യം കാണുന്നത്. പ്രധാനമന്ത്രി പദവിയിലെ തിരക്കുകൾക്കിടയിലും കുട്ടികൾക്ക് കത്തുകൾ എഴുതാനും സമ്മാനങ്ങളൊക്കെ അയക്കാനും നെഹ്റു സമയം കണ്ടെത്തി. നെഹ്റുവിന്റെ സമ്മാനങ്ങൾ വിദേശ രാജ്യങ്ങളിലെ കുട്ടികളിലേക്ക് എത്തി. തന്നെ തേടിയെത്തുന്ന കുട്ടികളുടെ കത്തുകളെല്ലാം മറുപടി അയക്കണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. ഒരിക്കൽ രാജ്യത്തെ കുട്ടികൾ അഭിസംബോധന ചെയ്തുള്ള കത്തിൽ നെഹ്റു ഇങ്ങനെ കുറിച്ചു: പ്രിയപ്പെട്ട കുട്ടികളെ, കുട്ടികൾക്കൊപ്പം സമയം ചെലവിടാനും അവരോട് സംസാരിക്കാനും അതിനേക്കാൾ ഉപരി അവർക്കൊപ്പം കളിക്കാനും എനിക്ക് വലിയ ഇഷ്ടമാണ്. എനിക്ക് വളരെ പ്രായം ആയെന്നും കുട്ടിക്കാലം പിന്നിട്ട് ഏറെ നാളായെന്നും ഞാൻ ഈ നിമിഷം മറക്കുന്നു. ചാച്ച എന്ന ഹിന്ദി വാക്കിനർത്ഥം അങ്കിൾ എന്നാണ്. കുട്ടികൾക്ക് നെഹ്റു പ്രധാനമന്ത്രി ആയിരുന്നില്ല, ചാച്ചാജി ആയിരുന്നു. സിനിമകൾ ഇഷ്ടമായിരുന്നു നെഹ്റുവിന്. രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് കരുത്തേകുന്ന ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ സിനിമയ്ക്കുള്ള സാധ്യത അദ്ദേഹം തിരിച്ചറിഞ്ഞു. സിനിമാ മേഖലയെ പ്രോത്സാഹിപ്പിച്ചതിനൊപ്പം കുട്ടികൾക്ക് വേണ്ടിയും സിനിമകൾ ഉണ്ടാക്കണമെന്ന ആശയം അദ്ദേഹം മുന്നോട്ട് വെച്ചു. കുട്ടികളുടെ വ്യക്തിത്വത്തെ ക്രിയാത്മകമായി സ്വാധീനിക്കാൻ സിനിമയ്ക്ക് കഴിയുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അമൂല്യ രത്നം എന്നാണ് ജവഹർ എന്ന അറബി വാക്കിന്റെ അർത്ഥം. ലാൽ എന്നാൽ പ്രിയപ്പെട്ടവൻ എന്നാണ് അർത്ഥം. നെഹ്റു എന്നത് യഥാർത്ഥ കുടുംബ പേരല്ല. കശ്മീരിലെ കൗൾ കുടുംബമാണ് നെഹ്റുവിൻ്റെത്. എന്നാൽ ഡൽഹി വാസസ്ഥലത്തിനിടയിൽ തലമുറകൾക്ക് മുമ്പ് ലഭിച്ചതാണ് നെഹ്റു എന്ന കുടുംബ പേര്. നഹർ എന്ന പേർഷ്യൻ ഭാഷയിൽ നിന്നാണ് നെഹ്റു എന്ന നാമം ഉണ്ടായത്. ഔറംഗസീബ് ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ കാശ്മീരിൽ നിന്നും ഡൽഹിയിലേക്ക് കുടിയേറിപ്പാർത്ത നെഹ്റുവിന്റെ മുൻ തലമുറയ്ക്കായി രാജ് കൗൾ എന്ന വ്യക്തിയാണ് പിന്നീട് പേരിനൊപ്പം നെഹ്റു എന്ന് ഉപയോഗിക്കാൻ തുടങ്ങിയത്. സമ്പത്തിന്റെ നടുവിലായിരുന്ന ജവഹറിന്റെ ബാല്യം സംഭവ ബഹുലമല്ലാത്ത കുട്ടിക്കാലം എന്നാണ് നെഹ്റു തന്റെ ബാല്യകാലത്തെ കുറിച്ച് വിശേഷിപ്പിക്കാറുണ്ടായിരുന്നത്. മോത്തിലാൽ തന്റെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകുന്നതിൽ ശ്രദ്ധിച്ചിരുന്നു. അധ്യാപകരെ വീട്ടിൽ വരുത്തിയാണ് തന്റെ മക്കളെ മോത്തിലാൽ വിദ്യ അഭ്യസിപ്പിച്ചിരുന്നത്. ഫെർസിനാൻഡ് ഡി ബ്രൂക്സ് എന്ന അധ്യാപകനോടുള്ള ഇഷ്ടത്താൽ നെഹ്റു കൂടുതൽ സ്നേഹിച്ചത് സാങ്കേതിക വിദ്യയും ബ്രഹ്മവിദ്യയും ആയിരുന്നു. 13-ാം വയസ്സിൽ കുടുംബ സുഹൃത്തായിരുന്ന അനി ബസിന്റെ കൂടെ തിയോസഫിക്കൽ സൊസൈറ്റിയിൽ നെഹ്റു അംഗമായി. തന്നെ ഏറെ സ്വാധീനിച്ച ബ്രൂക്സുമായി വേർപിരിഞ്ഞതോടെ നെഹ്റു തിയോസഫിക്കൽ സൊസൈറ്റിയിൽ നിന്നും വിടുതൽ നേടി. ഇനി നമുക്ക് ഒരു പ്രതിജ്ഞ എടുക്കാം. നെഹ്റുവിന്റെ ജന്മനാൾ നാം നമിക്കും നല്ല നാൾ. നമ്മിലുള്ള തിന്മ മാറ്റി നന്മ നൽകും പുണ്യനാൾ. നേർവഴിക്കു നീങ്ങിടാൻ നാടിൻ നമ്മ കാട്ടിയാൽ നമ്മളെല്ലാം നെഹ്റു തീർത്ത നേരിൻ പാത കാണ്ടണം. നല്ല വിദ്യ നേടണം, നീതിബോധം കാക്കണം. നല്ലവരായി നമുക്ക് ചുറ്റും നന്മയാൽ നിറയ്ക്കണം. ഇന്നത്തെ എന്റെ പ്രസംഗം ചുരുക്കുന്നതിന് മുമ്പ് ജവഹർലാൽ നെഹ്റു പറഞ്ഞ ഒരു മഹത് വചനം നിങ്ങളുമായി പങ്കുവെക്കുന്നു. Children are buds in a garden and should be carefully and lovingly nurtured.
as they are the future of the nation and the citizen of tomorrow. ഇതിന്റെ അർത്ഥം കുട്ടികൾ പൂമുട്ടുകൾ പോലെയാണ്. സൂക്ഷ്മതയോടെയും സ്നേഹത്തോടെയും അവരെ പരിപാലിക്കുക. കാരണം അവരാണ് രാജ്യത്തിന്റെ ഭാവി. അവർ നാളെയുടെ പൗരന്മാരാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. ആദർശങ്ങളും ലക്ഷ്യങ്ങളും തത്വങ്ങളും നാം മറക്കുമ്പോൾ മാത്രമാണ് പരാജയം സംഭവിക്കുന്നത്. ജവഹർലാൽ നെഹ്റു. ഇന്ത്യ ഒട്ടാകെ ശിശുദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഭാരതത്തിന്റെ സ്വന്തം ചാച്ചാ നെഹ്റുവിന്റെ ജന്മദിനത്തിൽ അദ്ദേഹത്തെ കുറിച്ച് 2 വാക്ക് സംസാരിക്കാൻ സാധിച്ചതിന് എനിക്ക് വളരെയധികം സന്തോഷിക്കുന്നു. ആദ്യം തന്നെ എല്ലാവർക്കും ശിശുദിനാശംസകൾ നേരുന്നു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സ്വാതന്ത്ര്യ സമര നേതാവ്, തത്വചിന്തകൻ, ചരിത്രകൻ, മികച്ച എഴുത്തുകാരൻ എന്നീ പദവികളിൽ അലങ്കരിച്ച ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന വിശേഷണത്തിനുടമയാണ് നെഹ്റു. 1889 നവംബർ 14 അലഹാബാദിലെ ആനന്ദ ഭവനിലാണ് ജനനം. മോത്തിലാൽ നെഹ്റുവും സ്വരൂപ് റാണിയുമാണ് മാതാപിതാക്കൾ. വീട്ടിൽ വെച്ച് പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞ ശേഷം ഇംഗ്ലണ്ടിൽ നിന്ന് ഉന്നത ബിരുദവും ബാസ്റ്റീൽ ബിരുദവും നേടി ഇന്ത്യയിലെത്തി. അലഹാബാദ് ഹൈക്കോടതിയിൽ വക്കീലായി പ്രാക്ടീസ് ആരംഭിച്ചു. ഈ ജീവിതം എന്താണെന്നറിയാൻ, ചിന്തകൾ രൂപപ്പെടുത്താനും സ്നേഹത്തോടെ പെരുമാറാനും ഒക്കെ കുട്ടികൾക്കും മുതിർന്നവരുടെ സ്നേഹം വേണം. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ശിശുദിനാശംസകൾ. ശിശുദിനവുമായി ബന്ധപ്പെട്ട് ഞാൻ ഇന്നിവിടെ ഒരു കവിതയാണ് ചൊല്ലാൻ പോകുന്നത്. ഭാരതത്തിൻ മക്കൾ നാം പഠിക്കണം, വളരണം, പിറന്നു വീണ മണ്ണിനെ തളർന്നിടാതെ നോക്കണം. ഭാരതത്തിൻ മക്കൾ നാം പഠിക്കണം, വളരണം, പിറന്നു വീണ മണ്ണിനെ നാം തളർന്നിടാതെ നോക്കണം. ഗാന്ധി തൻ അഹിംസയും നെഹ്റുവിന്റെ ചിന്തയും നമ്മ തൻ വളർച്ചയിൽ ചോർന്നിടാതെ കാണണം. ഗാന്ധി തൻ അഹിംസയും നെഹ്റുവിന്റെ ചിന്തയും നമ്മ തൻ വളർച്ചയിൽ ചോർന്നിടാതെ കാണണം. ഭാരതത്തിൻ ഭാവി നാം പൊന്നോമനകളിൽ പൂക്കണം. ഇന്ത്യ എന്ന വാടിയെ നാം വാടിടാതെ നോക്കണം. ഭാരതത്തിൻ മക്കൾ നാം പഠിക്കണം, വളരണം, പിറന്നു വീണ മണ്ണിനെ തളർന്നിടാതെ നോക്കണം. പിറന്നു വീണ മണ്ണിനെ തളർന്നിടാതെ നോക്കണം. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, അധ്യാപകരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും ശിശുദിനാശംസകൾ. സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മവാർഷികമാണ് നമ്മൾ നവംബർ 14 ശിശുദിനമായി ആഘോഷിക്കുന്നത്. നെഹ്റുവിന് കുട്ടികളെ വളരെ ഇഷ്ടമായിരുന്നു. കുട്ടികൾ അദ്ദേഹത്തിനെ സ്നേഹത്തോടെ ചാച്ചാജി എന്ന് വിളിച്ചിരുന്നു. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ സമൂഹത്തെ രൂപപ്പെടുത്തുന്നത്. നമ്മൾ വളർത്തുന്ന രീതിയാണ് നാളത്തെ സമൂഹത്തിന്റെ ഭാവി നിർണ്ണയിക്കുക എന്ന് നെഹ്റു ഉറച്ചു വിശ്വസിച്ചിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നേതാവ്, ഗ്രന്ഥകർത്താവ്, രാഷ്ട്രീയ തത്വചിന്തകൻ എന്നീ നിലകളിൽ അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസം പൂർണ്ണമായും സൗജന്യമാക്കി ആയിരക്കണക്കിന് വിദ്യാലയങ്ങൾ നിർമ്മിച്ചു. കാശ്മീരിലെ പണ്ഡിറ്റ് സമൂഹത്തിലെ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചു വളർന്നതുകൊണ്ട് അദ്ദേഹത്തിനെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്ന് വിളിച്ചിരുന്നു. അദ്ദേഹം കുഞ്ഞുങ്ങൾക്ക് നല്ല ഉപദേശങ്ങൾ നൽകി. ഒരച്ഛൻ മകൾക്ക് എഴുതുന്ന കത്ത് എന്ന പുസ്തകം കുട്ടികൾക്കുള്ള അദ്ദേഹത്തിന്റെ ഉപദേശ സംഹാരമാണ്. കുട്ടികളുടെ അവകാശം, വിദ്യാഭ്യാസം എന്നിവയെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിനായി നവംബർ 14 ഇന്ത്യ ഒട്ടാകെ ശിശുദിനമായി ആഘോഷിക്കുന്നു. ചാച്ചാജി ആഗ്രഹിച്ചതുപോലെ തന്നെ കുട്ടികളൊക്കെ ഉന്നത വിദ്യാഭ്യാസം നേടുകയും രാജ്യത്തെ സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഞാൻ 5B പഠിക്കുന്നു. ഞാൻ ഇന്നിവിടെ ഒരു ശിശുദിനവുമായി ബന്ധപ്പെട്ട് ഒരു ചെറു പ്രസംഗമാണ് അവതരിപ്പിക്കുന്നത്. ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ശിശുദിന ആശംസകൾ. പ്രിയപ്പെട്ട അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, ഇന്ന് നവംബർ 14 ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണല്ലോ. ഈ ദിവസം നമ്മൾ ഇന്ത്യക്കാർ ശിശുദിനമായാണ് ആചരിക്കുന്നത്. കാരണം എന്താണെന്ന് അറിയണ്ടേ? ചാച്ചാജിക്ക് കുട്ടികളെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. രാജ്യത്തെ കുട്ടികളുടെ ഭാവിയാണ് രാജ്യത്തിൻ്റെ ഭാവി എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു.
കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ആരോഗ്യ കാര്യങ്ങൾക്കും അദ്ദേഹം വളരെ പ്രാധാന്യം നൽകിയിരുന്നു. കുട്ടികൾക്കൊപ്പം ഇടപെടാനും കുട്ടികൾക്ക് വേണ്ടി എഴുതുവാനും അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ബാലവേലയും കുട്ടികൾക്കെതിരെയായ ആക്രമണവും ഇല്ലാത്ത ഇന്ത്യയാണ് അദ്ദേഹം സ്വപ്നം കണ്ടിരുന്നത്. ചാച്ചാജി ആഗ്രഹിച്ച പോലെ നമുക്ക് പഠിച്ചു വളർന്ന് രാജ്യത്തിനു വേണ്ടി പ്രയത്നിക്കാം. ജയ് ഹിന്ദ്. നമസ്കാരം, ഞാൻ അജന്യ. ഞാൻ 5Bയിൽ പഠിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യാപകർക്കും പ്രിയ കൂട്ടുകാർക്കും എൻ്റെ ശിശുദിന ആശംസകൾ. ശിശുദിനവുമായി ബന്ധപ്പെട്ട് ചാച്ചാജിയെക്കുറിച്ച് ഞാനൊരു പാട്ടാണ് പാടാൻ പോകുന്നത്. നന്മ നിറഞ്ഞൊരു ചാച്ചാജി, നമ്മുടെ സ്വന്തം ചാച്ചാജി, കുഞ്ഞുങ്ങൾ തൻ പ്രിയനാകും നമ്മുടെ സ്വന്തം ചാച്ചാജി. റോസാപ്പൂവും ചൂടിക്കൊണ്ട് നെഹ്റു തൊപ്പി തലയിൽ വെച്ച് പുഞ്ചിരി ചാർത്തി വരുന്നുണ്ടേ നമ്മുടെ സ്വന്തം ചാച്ചാജി. ഭാരത മണ്ണിനെ രക്ഷിക്കാൻ ഗാന്ധിയോടൊപ്പം നിന്നല്ലോ നമ്മുടെ നാടിനഭിമാനം നമ്മുടെ സ്വന്തം ചാച്ചാജി. നന്മ നിറഞ്ഞൊരു ചാച്ചാജി, നമ്മുടെ സ്വന്തം ചാച്ചാജി. നന്മ നിറഞ്ഞൊരു ചാച്ചാജി, നമ്മുടെ സ്വന്തം ചാച്ചാജി. മാന്യ സദസ്സിന് നമസ്കാരം. സ്വതന്ത്ര ഇന്ത്യയിലെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ ജവഹർലാൽ നെഹ്റുവിന്റെ ഓർമ്മകളുണർത്തി വീണ്ടും ഒരു ശിശുദിനം വരവായി. 1889 നവംബർ 14 മോത്തിലാൽ നെഹ്റുവിന്റെയും സ്വരൂപ് റാണിയുടെയും മകനായി ജനിച്ച നെഹ്റുവിന്റെ ജന്മദിനമാണ് ഇന്ത്യയിൽ ശിശുദിനമായി ആഘോഷിക്കുന്നത്. കുട്ടികളുടെ ഇഷ്ടത്തോഴനായ അദ്ദേഹത്തെ കുട്ടികൾ ചാച്ചാജി എന്നാണ് വിളിച്ചിരുന്നത്. കുട്ടികളോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹവും അവരുടെ ക്ഷേമത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടി അദ്ദേഹം ചെയ്ത സംഭാവനകൾ കണക്കിലെടുത്തുമാണ് അദ്ദേഹത്തിന്റെ ജന്മദിനം ശിശുദിനമായി ആഘോഷിക്കുന്നത്. സ്വതന്ത്ര ഇന്ത്യക്കായി വളരെയധികം പീഡനങ്ങൾ സഹിച്ച നെഹ്റു 9 വർഷത്തോളം ജയിൽവാസം അനുഭവിച്ചു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം അലങ്കരിക്കുവാൻ ഏറ്റവും യോഗ്യനായ വ്യക്തിയായതിനാൽ ആണ് നെഹ്റുവിനെ ഗാന്ധിജി തിരഞ്ഞെടുത്തത്. അസാമാന്യ ശേഷിയുള്ള എഴുത്തുകാരനായും മികച്ച പ്രഭാഷകനായും അദ്ദേഹം തിളങ്ങി. ഇന്ത്യയെ കണ്ടെത്തൽ, വരച്ചൻ മകൾക്കയച്ച കത്തുകൾ എന്നിവ അദ്ദേഹത്തിന് മഹത്തായ സൃഷ്ടികളാണ്. മത സ്വാതന്ത്ര്യവും സംഘടനാ സ്വാതന്ത്ര്യവും നിറം, ജാതി എന്നീ വേർതിരിവുകളില്ലാതെ നിയമം എല്ലാവർക്കും ഒരേപോലെ നടപ്പാക്കുക എന്നതായിരുന്നു നെഹ്റുവിന്റെ ദർശനത്തിലുള്ള ഭാവി ഇന്ത്യ. കർഷകരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുവാനും തൊട്ടുകൂടായ്മ, തീണ്ടുകൂടായ്മ എന്നീ ദുരാചാരങ്ങൾ ഉന്മൂലനം ചെയ്യുവാനും മതനിരപേക്ഷയായ ഇന്ത്യ കെട്ടിപ്പടുത്തുവാനും നെഹ്റു ചെയ്ത കാര്യങ്ങൾ വിസ്മരിക്കാനാവില്ല. ലോകോത്തര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതി, ഇംഗ്ലീഷ് ഭാഷയുടെ വ്യാപകമായ പ്രചാരണം എന്നിവയെല്ലാം ഭരണാധികാരി എന്ന നിലയിൽ നെഹ്റുവിന്റെ ദീർഘവീക്ഷണങ്ങൾ പ്രത്യക്ഷമായും പരോക്ഷമായും കാണാം. കോളനി വാഴ്ചയിൽ നിന്നും ഇന്ത്യക്കൊപ്പം മോചിതരായ മറ്റു പല രാജ്യങ്ങളും സ്വച്ഛാധിപത്യത്തിന്റെ പിടിയിൽ അമർന്നപ്പോഴും ഇന്ത്യയിൽ ജനാധിപത്യം തഴച്ചു വളർന്നത് നെഹ്റുവിന്റെ ഏറ്റവും വലിയ നേട്ടമാണ്. 1947 മുതൽ 1964 മരണം വരെയും ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം അലങ്കരിച്ച നെഹ്റു തുടർച്ചയായി 3 പൊതു തെരഞ്ഞെടുപ്പുകളിലായിരുന്നു കോൺഗ്രസ് പാർട്ടിയെ തന്റെ നേതൃത്വത്തിൽ വിജയത്തിലേക്ക് നയിച്ചത്. അന്തർദേശീയ തലത്തിൽ ഇന്ത്യക്ക് മേൽവിലാസമുണ്ടാക്കിയ നെഹ്റു ശീതയുദ്ധകാലത്ത് അമേരിക്കയും റഷ്യയും ഇന്ത്യയെ തങ്ങളുടെ സഖ്യകക്ഷിയായി ആക്കുവാൻ ശ്രമിച്ചപ്പോൾ സമാന ചിന്തകരായ രാഷ്ട്രങ്ങളെ കൂട്ടിച്ചേർത്ത് അദ്ദേഹം ചേരിചേരാ പ്രസ്ഥാനം കെട്ടിപ്പടുത്തു. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ ഇന്ത്യയെ നയിക്കേണ്ടത് എന്ന ഉത്തമബോധം ഉണ്ടായിരുന്ന നെഹ്റു അവരുടെ വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും വേണ്ടി വിവിധ പദ്ധതികൾ ആരംഭിച്ചു. കുട്ടികളുടെ മനസ്സിൽ ഇത്രത്തോളം ഇടം നേടിയ മറ്റൊരു പ്രധാനമന്ത്രി നമുക്ക് ഉണ്ടായിട്ടില്ല. കുട്ടികളുടെ മഹാനായ ഗുരു, ജാതിയും മതവും ഏതുമാവട്ടെ, നാം എല്ലാവരും ഒരു ജനതയാണ് എന്ന് നിരന്തരം നമ്മെ ഓർമ്മപ്പെടുത്തിയ നേതാവ് ഇതെല്ലാമായിരുന്നു നമ്മുടെ ചാച്ചാജി. ശിശുദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ സാമ്പത്തിക, സാമൂഹിക, വിദ്യാഭ്യാസ, ശാസ്ത്ര മേഖലകളിൽ നമ്മുടെ ചാച്ചാജി ചെയ്ത മഹത്തായ പ്രവർത്തികൾ ഓർമ്മപ്പെടുത്തുന്നതിനോടൊപ്പം അദ്ദേഹം വിഭാവനം ചെയ്തതുപോലെ ശക്തമായ നവഭാരതത്തെ കെട്ടിപ്പടുത്തുവാൻ പങ്കാളിയാകാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രതിജ്ഞ ചെയ്യാം. നന്ദി. ജയ് ഹിന്ദ്. ഇന്ന് നവംബർ 14. ആദ്യമായി എല്ലാവർക്കും എൻ്റെ ശിശുദിനാശംസകൾ. ആധുനിക ഇന്ത്യയുടെ ശില്പിയും ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയുമായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണിന്ന്.
അദ്ദേഹത്തിന്റെ സ്മരണ എല്ലാവർക്കും നവംബർ 14 ഇന്ത്യ ഒട്ടാകെ ശിശുദിനം ആഘോഷിക്കുന്നത്. സ്വതന്ത്ര സമര സേനാനിയും എഴുത്തുകാരനും പ്രഭാഷകനുമായിരുന്നു അദ്ദേഹം. കുട്ടികളുമായി സംബന്ധിക്കാനും അവരോടൊത്ത് ഇടപെടുവാനും സമയം കണ്ടെത്തിയിരുന്ന, കുട്ടികളെ ഏറെ സ്നേഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ കുട്ടികൾ സ്നേഹത്തോടെ ചാച്ചാജി എന്നാണ് വിളിച്ചിരുന്നത്. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ ഇന്ത്യയെ രൂപപ്പെടുത്തുക. നമ്മൾ അവരെ വളർത്തുന്ന രീതിയിലാണ് രാജ്യത്തെ ഭാവിയെ നിർണ്ണയിക്കുക എന്ന് പറഞ്ഞത് നെഹ്റുവാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി വളരെ ശക്തമായി വാദിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയാണ് നെഹ്റു. 1964 അദ്ദേഹത്തിന്റെ മരണശേഷമാണ് നവംബർ 14 ശിശുദിനമായി ആഘോഷിക്കുന്നത്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശിശുദിനാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാന്യ സദസ്സിന് വന്ദനം. ഇന്ന് നവംബർ 14 ശിശുദിനം. ആദ്യമായി എല്ലാവർക്കും എൻ്റെ ശിശുദിന ആശംസകൾ നേർന്നുകൊള്ളുന്നു. ആധുനിക ഇന്ത്യയുടെ ശില്പിയും ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയുമായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് ഇന്ന്. അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥമാണ് എല്ലാ വർഷവും നവംബർ 14 ഇന്ത്യ ഒട്ടാകെ ശിശുദിനം ആഘോഷിക്കുന്നത്. സ്വാതന്ത്ര്യ സമര സേനാനിയും എഴുത്തുകാരനും പ്രഭാഷകനുമായിരുന്ന അദ്ദേഹം കുട്ടികളുമായി സംവദിക്കാനും അവരുമായി ഇടപഴകാനും സമയം കണ്ടെത്തിയിരുന്നു. കുട്ടികളെ ഏറെ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ കുട്ടികൾ സ്നേഹത്തോടെ ചാച്ചാജി എന്നാണ് വിളിച്ചിരുന്നത്. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ ഇന്ത്യയെ രൂപപ്പെടുത്തുക. നമ്മൾ അവരെ വളർത്തുന്ന രീതിയാണ് രാജ്യത്തിന്റെ ഭാവിയെ നിർണ്ണയിക്കുക എന്ന് പറഞ്ഞത് നെഹ്റുവാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ശക്തമായി വാദിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു നെഹ്റു. 1964 അദ്ദേഹത്തിന്റെ മരണശേഷമാണ് നവംബർ 14 ശിശുദിനമായി ആഘോഷിക്കാൻ തുടങ്ങിയത്. അദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ 14 സ്കൂളുകളിൽ വിവിധ ആഘോഷങ്ങളും സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിക്കാറുണ്ട്. അറിവിനോടൊപ്പം നന്മയും മനസ്സിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ചാച്ചാജി വിഭാവനം ചെയ്ത ഇന്ത്യയെ പടുത്തുയർത്താൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, ഇന്ന് നവംബർ 14 ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം. ഈ ദിവസം നമ്മൾ ഇന്ത്യക്കാർ ശിശുദിനമായാണ് ആചരിക്കുന്നത്. കാരണം എന്താണെന്ന് അറിയണ്ടേ? ചാച്ചാജിക്ക് കുട്ടികളെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. രാജ്യത്തെ കുട്ടികളുടെ ഭാവിയാണ് രാജ്യത്തിൻ്റെ ഭാവി എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ആരോഗ്യ കാരണങ്ങൾക്കും അദ്ദേഹം വളരെ പ്രാധാന്യം കൊടുത്തിരുന്നു. കുട്ടികൾക്കൊപ്പം ഇടപെടാനും കുട്ടികൾക്ക് വേണ്ടി എഴുതുവാനും അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ബാലവേലയും കുട്ടികൾക്കെതിരെ ആക്രമണവും ഇല്ലാത്ത ഇന്ത്യയാണ് അദ്ദേഹം സ്വപ്നം കണ്ടിരുന്നത്. ചാച്ചാജി ആഗ്രഹിച്ച പോലെ നമുക്ക് പഠിച്ച് വളർന്ന് രാജ്യത്തിന് വേണ്ടി പ്രയത്നിക്കാം. എല്ലാവർക്കും ശിശുദിന ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്. Respected principal, teachers and my dear friends, today I would like to speak a few words about Children's Day. I wish all my friends a very happy Children's Day. Today is 14 November. This day is celebrated as Children's Day all over India. 14 November is the birthday of Pandit Jawaharlal Nehru, who was the first Prime Minister of India. Pandit Nehru always liked to be among children. He was very loving and caring towards children. Hence, children called him Chacha Nehru. He was always said that children are future of nature. Children's Day is celebrated with great enthusiasm. Student give speech about Pandit Nehru. This day brings a lot of happiness and fun. Children are undoubtedly valuable assets of nation. Hence, they should get proper love and care along with the good education and rights. Here I ലോകം കണ്ടൊരു നേതാവ്, ഭാരത മണ്ണിൻ അഭിമാനം. ലോകം കണ്ടൊരു നേതാവ്, ഭാരത മണ്ണിൻ അഭിമാനം. ചാച്ചാജി ചാച്ചാജി നമ്മുടെ സ്വന്തം ചാച്ചാജി. ചാച്ചാജി ചാച്ചാജി നമ്മുടെ സ്വന്തം ചാച്ചാജി. തൊപ്പി വെച്ചു നടന്നിട്ട് മുന്നിൽ നിന്നു നയിച്ചിട്ട് മുന്നേറി മുന്നേറി ഭാരതം അങ്ങനെ മുന്നേറി.
തൊപ്പി വെച്ചു നടന്നിട്ട് മുന്നിൽ നിന്നു നയിച്ചിട്ട് മുന്നേറി മുന്നേറി ഭാരതം അങ്ങനെ മുന്നേറി. കുഞ്ഞുങ്ങൾ തൻ നന്മയ്ക്കായി മാറിൽ പനിനീർ പൂവും ചൂടി മുന്നിൽ നിന്ന് പോരാടി കുഞ്ഞുങ്ങൾ തൻ ചാച്ചാജി. കുഞ്ഞുങ്ങൾ തൻ നന്മയ്ക്കായി മാറിൽ പനിനീർ പൂവും ചൂടി മുന്നിൽ നിന്നു പോരാടി കുഞ്ഞുങ്ങൾ തൻ ചാച്ചാജി. ലോകം കണ്ടൊരു നേതാവ് ഭാരത മണ്ണിൻ അഭിമാനം. ലോകം കണ്ടൊരു നേതാവ് ഭാരത മണ്ണിൻ അഭിമാനം. ചാച്ചാജി ചാച്ചാജി നമ്മുടെ സ്വന്തം ചാച്ചാജി. ചാച്ചാജി ചാച്ചാജി നമ്മുടെ സ്വന്തം ചാച്ചാജി. नेहरू चाचा हमें दे दिया इतना प्यार. नेहरू चाचा हमें दे दिया इतना प्यार. हम बच्चों का जीवन डाला देकर हमको लाड दुलार. हम बच्चों का जीवन डाला देकर हमको लाड दुलार. रखते याद नवंबर 14 बाल दिवस कहलाता है. रखते याद नवंबर 14 बाल दिवस कहलाता है. हम भारत के नन्हे बाल तुम्हें भूल ना पाएंगे. हम भारत के नन्हे बाल तुम्हें भूल ना पाएंगे. नेहरू चाचा हमें दे दिया इतना प्यार. नेहरू चाचा हमें दे दिया इतना प्यार. നമസ്കാരം. ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമായ നവംബർ 14 രാജ്യമെങ്ങും ശിശുദിനമായി ആചരിക്കുന്നു. കുട്ടികളെ അദ്ദേഹത്തിന് ഏറെ ഇഷ്ടമാണ്. കുട്ടികൾ അദ്ദേഹത്തിനെ സ്നേഹത്തോടെ ചാച്ചാജി എന്ന് വിളിക്കുന്നു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റു. 1889 നവംബർ 14 അദ്ദേഹം ജനിച്ചത്. അതിനാലാണ് അദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ 14 ശിശുദിനമായി രാജ്യം ആചരിച്ചു വരുന്നത്. ഇന്ന് ഈ വേളയിൽ ഞാൻ ചാച്ചാജിയെ ഓർമ്മിക്കുകയും അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ശിശുദിന ആശംസകൾ നേരുന്നു. നവമൊരു വേദന ഉള്ളിലൊതുക്കിയ നവംബർ 14 ഞങ്ങളുടെ മിഴിനീർ ഗംഗയിലല്ലോ മുങ്ങാൻ വന്നു നീ. നവമൊരു വേദന ഉള്ളിലൊതുക്കിയ നവംബർ 14 ഞങ്ങളുടെ മിഴിനീർ ഗംഗയിലല്ലോ മുങ്ങാൻ വന്നു നീ. മേദുര ഭാരത ഗോപുര ദീപമായി മെയ് 27 ഒലിഞ്ഞു പോയതറിഞ്ഞിട്ടും നീ പോണല്ലോ വീണ്ടും. മേദുര ഭാരത ഗോപുര ദീപമായി മെയ് 27 ഒലിഞ്ഞു പോയതറിഞ്ഞിട്ടും നീ പോണല്ലോ വീണ്ടും. ചാച്ചാജിക്കൊരു ജൈവിളി ഞങ്ങളുടെ ചങ്കിലിരിപ്പുണ്ട്. ചരിത്രകാരന്മാരുടെ തൂലിക ചിതഞ്ഞെടുത്തോട്ടെ. ചാച്ചാജിക്കൊരു ജൈവിളി ഞങ്ങളുടെ ചങ്കിലിരിപ്പുണ്ട്. ചരിത്രകാരന്മാരുടെ തൂലിക ചിതഞ്ഞെടുത്തോട്ടെ. നവമൊരു വേദന ഉള്ളിലൊതുക്കിയ നവംബർ 14 ഞങ്ങളുടെ മിഴിനീർ ഗംഗയിലല്ലോ മുങ്ങാൻ വന്നു നീ. മേദുര ഭാരത ഗോപുരമായി മെയ് 27 ഒലിഞ്ഞു പോയതറിഞ്ഞിട്ടും നീ പോണല്ലോ വീണ്ടും. ചാച്ചാജിക്കൊരു ജൈവിളി ഞങ്ങളുടെ ചങ്കിലിരിപ്പുണ്ട്. ചരിത്രകാരന്മാർ
നവംബർ 14 ഞങ്ങളുടെ മിഴിനീർ ഗംഗയിലല്ലോ മുങ്ങാൻ വന്നു നീ. നന്ദി. We are the birds in the garden. We are the stars in the sky. We are the birds in the garden. We are the stars in the sky. We are the children, we want to shine. We are the children, we want to shine. Happy Children's Day, Happy Children's Day, Happy Children's Day, Happy Children's Day. We are the light in the darkness. We are the future of the nation. We are the light in the darkness. We are the future of the nation. We are the children, we want to shine. We are the children, we want to shine. Happy Children's Day, Happy Children's Day, Happy Children's Day, Happy Children's Day. നമസ്കാരം, എല്ലാവർക്കും ശിശുദിനാശംസകൾ. അനുസരിച്ചു വളരണം, അരുമയായി തീരണം, നാടിനായി നന്മ ചെയ്തു നല്ല പൗരനാകണം. അനുസരിച്ചു വളരണം, അരുമയായി തീരണം, നാടിനായി നന്മ ചെയ്തു നല്ല പൗരനാകണം. ധീരനായി നയിക്കണം, വീരനായി ജയിക്കണം, സ്നേഹമെന്ന ജ്വാലയായി മുന്നിലേക്കു നീങ്ങണം. ധീരനായി നയിക്കണം, വീരനായി ജയിക്കണം, സ്നേഹമെന്ന ജ്വാലയായി മുന്നിലേക്കു നീങ്ങണം. ജ്ഞാനമായി നിറയണം, ദീപമായി തെളിയണം, നെഹ്റു തന്നോർമ്മകൾ ജീവിതത്തിൽ പകരണം. ജ്ഞാനമായി നിറയണം, ദീപമായി തെളിയണം, നെഹ്റു തന്നോർമ്മകൾ ജീവിതത്തിൽ പകരണം. അനുസരിച്ചു വളരണം, അരുമയായി തീരണം, നാടിനായി നന്മ ചെയ്തു നല്ല പൗരനാകണം. അനുസരിച്ചു വളരണം, അരുമയായി തീരണം, നാടിനായി നന്മ ചെയ്തു നല്ല പൗരനാകണം, നല്ല പൗരനാകണം. ഞാൻ ഹൃദയ ഗവൺമെന്റ് ജവഹർലാൽ സിനിമകളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനി. ഇന്ന് ഞാനൊരു പാട്ടാണ് ഈ ശിശുദിനത്തിൽ പാടാൻ പോകുന്നത്. നെഹ്റുവിൻ്റെ ജന്മനാൾ നാം നമിക്കും നല്ല നാൾ, നന്മയിലുള്ള തിന്മ മാറ്റി നന്മ നൽകും പുണ്യനാൾ. നെഹ്റുവിൻ്റെ ജന്മനാൾ നാം നമിക്കും നല്ല നാൾ, നമ്മിലുള്ള തിന്മ നീക്കി നന്മ നൽകും പുണ്യനാൾ. നേർവഴിക്കു നീങ്ങിടാൻ, നാടിൻ നന്മ കാത്തിടാൻ, നമ്മളെല്ലാം നെഹ്റു തീർത്ത നേരിൻ പാത താണ്ടണം. നമ്മളെല്ലാം നെഹ്റു തീർത്ത നേരിൻ പാത താണ്ടണം. നല്ല വിദ്യ നേടണം, നീതിബോധം കാക്കണം, നല്ലവരായി നമുക്ക് ചുറ്റും നന്മയായി നിറയ്ക്കണം. ശിശുദിനവുമായി ബന്ധപ്പെട്ട ഒരു കവിതയാണ് ഞാൻ ഇവിടെ ചൊല്ലാൻ പോകുന്നത്. നെഹ്റുവിൻ്റെ ജന്മനാൾ നാം നമിക്കും നല്ല നാൾ, നമ്മിലുള്ള തിന്മ മാറ്റി നന്മ നൽകും പുണ്യനാൾ. നെഹ്റുവിൻ്റെ ജന്മനാൾ നാം നമിക്കും നല്ല നാൾ, നമ്മിലുള്ള തിന്മ മാറ്റി നന്മ നൽകും പുണ്യനാൾ. നേർവഴിക്ക് നീങ്ങിടാൻ, നാടിൻ നന്മ കാത്തിടാൻ, നമ്മളെല്ലാം നെഹ്റു തീർത്ത നേരിൻ പാത താണ്ടണം. നേർവഴിക്കു നീങ്ങിടാൻ, നാടിൻ നന്മ കാത്തിടാൻ, നമ്മളെല്ലാം നെഹ്റു തീർത്ത നേരിൻ പാത താണ്ടണം. നല്ല വിദ്യ നേടണം, നീതിബോധം കാക്കണം, നല്ലവരായി നമുക്ക് ചുറ്റും നന്മയാൽ നിറയ്ക്കണം. നല്ല വിദ്യ നേടണം, നീതിബോധം കാക്കണം, നല്ലവരായി നമുക്ക് ചുറ്റും നന്മയാൽ നിറയ്ക്കണം. നല്ലവരായി നമുക്ക് ചുറ്റും നന്മയാൽ നിറയ്ക്കണം. നന്ദി. നമസ്കാരം, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചുള്ള ഒരു പാട്ട് പാടാൻ വേണ്ടിയിട്ടാണ്. ചാച്ചാജി ചാച്ചാജി, നമ്മുടെ സ്വന്തം ചാച്ചാജി, സ്നേഹം ചിരിയും ചാച്ചാജി, പുഞ്ചിരി തൂവും ചാച്ചാജി. ശിശുദിനം എന്താ
ചാച്ചാജി ശിശുദിനം എന്താണെന്നറിയാമോ? ചാച്ചാജിയുടെ ജന്മദിനം. ശിശുദിനം എന്താണെന്നറിയാമോ? ചാച്ചാജിയുടെ ജന്മദിനം. എല്ലാ കൂട്ടുകാർക്കും ശിശുദിന ആശംസകൾ. താങ്ക് യു. നമുക്ക് ഇന്ത്യയിലെ ഏറെ സ്വാതന്ത്ര്യ സമര സേനാനികളെ പറ്റിയിട്ട് അറിയാം. അതിൽ ചാച്ചാജി അഥവാ ജവഹർലാൽ നെഹ്റു സ്വാതന്ത്ര്യ സമര സേനാനി എന്നതിലുപരി കുട്ടികളെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി കൂടിയായിട്ട് നമുക്കറിയാം. അതിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഏതൊരു ചിത്രം എടുത്തു നോക്കിയാലും ഒരു റോസാപ്പൂവെങ്കിലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ കാണും. അത്രയ്ക്ക് നല്ലൊരു വ്യക്തി കൂടിയായിരുന്നു ജവഹർലാൽ നെഹ്റു. ചാച്ചാജി കുട്ടികളെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. 1889 നവംബർ 14 ജവഹർലാൽ നെഹ്റു ജനിക്കുന്നത്. ബാക്കി നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഒരു മുഖ്യ പങ്ക് വഹിക്കുന്ന വ്യക്തിയാവുകയും പിന്നീട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാവുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു കുട്ടികൾ ഓമനത്വത്തോടെ വിളിക്കുന്ന ഒരു പേരാണ് ചാച്ചാജി എന്നത്. കുട്ടികളെ ഏറെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാകാം ഒരു പക്ഷേ ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം എല്ലാ വർഷവും ശിശുദിനമായി ആചരിച്ചു വരുന്നത്. ഈ വർഷവും അതേ ദിവസം എത്തിച്ചേർന്നു. 2021 ശിശുദിനത്തിൽ ജവഹർലാൽ നെഹ്റുവിനെയും ശിശുദിനത്തെയും പറ്റി ഒക്കെ സംസാരിക്കുമ്പോൾ ഏറെ വിഷമത്തോടെ പറയാൻ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. ഇന്നത്തെ കുട്ടികൾ നാളത്തെ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് എന്ന് നമുക്കറിയാം. പക്ഷേ ഇന്നത്തെ കുട്ടികളുടെ അവസ്ഥയൊന്ന് ഓർത്തു നോക്കൂ. മൊബൈൽ ഫോണും ഡ്രഗ്സും പോലെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് അവർ അടിമപ്പെടുകയാണ്. ഇതിലൂടെ അവരുടെ ഭാവിയാണ് നഷ്ടപ്പെടുന്നത്. നാളെ അവരാണ് നമ്മുടെ ഇന്ത്യയെ നയിക്കാനുള്ളത്. ഇന്ന് അവരുടെ ഭാവി നഷ്ടപ്പെട്ടാൽ അവർ എങ്ങനെ നാളെ നമ്മുടെ ഇന്ത്യയുടെ നയിക്കും? നാളെ എങ്ങനെ ഇന്ത്യയുടെ കരുതലാകും? അപ്പോൾ അവരെ നാളെ നമ്മുടെ ഇന്ത്യയുടെ ഭാവിയാക്കി മാറ്റേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ്. ആ കടമ നാം നിർവഹിച്ചാൽ നാളെ നമ്മുടെ ഇന്ത്യയെ നയിക്കേണ്ടവരായി അവർ ഓരോരുത്തരും കാണും. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കാൻ ആഗ്രഹിക്കുന്നു. ജവഹർലാൽ നെഹ്റു കുട്ടികളെ പറ്റി പറഞ്ഞ ഒരു വാചകം കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട്, കുട്ടികൾ ഇന്നത്തെ കുട്ടികൾ നാളത്തെ ഇന്ത്യയാണ്. അത് മനസ്സിൽ വച്ചിരിക്കുക. അവരെ നല്ല രീതിയിൽ നയിക്കാം. നമ്മളാൽ അവരെ മറ്റൊന്നിലേക്കും നയിക്കരുത്. നല്ല കാര്യങ്ങൾ മാത്രം Of today will make the India of tomorrow. These are the words of Pandit Jawaharlal Nehru or our dear Chachaji. Good morning to all. First of all, I wish all of you a happy Children's Day. As you all know, 14 November is the birthday of Chachaji, celebrated as Children's Day all over India. Jawaharlal Nehru, the first Prime Minister of India, was born on 14 November 1889. He loved children and they called him affectionately Chachaji. He believed that the children are the future of the nation. He said that they are the wealth of our country. He described his childhood as a sheltered and uneventful one. His birth anniversary is celebrated as Children's Day. Nehru advised her daughter Indira Gandhi to be open and never took any decisions secretly. As a great writer, he gave good advice to children and he died at the age of 74 at New Delhi. Let me conclude my speech by quoting the valuable words of Jawaharlal Nehru. Children are like buds in our garden and we should be careful and lovingly nursed as they are the future of the nation and the flowers of tomorrow. Good evening. I wish a very happy Children's Day, the birthday of our first Prime Minister, Pandit Jawaharlal Nehru. Children's Day is observed on November 14 in every year in India. Nehru was born on Allahabad in 1889, November 14th. Children lovingly called him as
Chachaji. His belief was that children of today were future of tomorrow. He considered the children are the real strength of the nation. Nehru passed away in 1964. After that, Indian Parliament decided that to celebrate his birthday on November 14th as Children's Day. It's a day to realize the importance of nation building day and provides that opportunity to open their wings and fly high to achieve their goals. Thank you. കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കൂ. ഒരു തെറ്റ് കണ്ടാൽ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കൂ. ഞാൻ നിർത്തുന്നു. നന്ദി.